ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം നമ്മൾ പറയാറുണ്ട് എനിക്ക് വയ്യ, എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കറിയാം ഇംഗ്ലീഷിൽ ഐ കാണ്ട് എന്നാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ലൈഫിലുള്ള ഒരുപാട് സെൻറ്റൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ചില സിമ്പിൾ സെൻറ്റൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഐ കാണ്ട് എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എനിക്ക് കഴിയില്ല. എന്തൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലും കഴിയില്ലെങ്കിലും ഇനി നമുക്ക് വയ്യാത്തൊരു കാര്യം പറയുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഐ കാണ്ട് എന്ന് പറയാം. എനിക്കവിടെ പോകാൻ വയ്യ, അല്ലെങ്കിൽ എനിക്കവിടെ പോകാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ പറയാണ് എനിക്കവിടെ പോകാൻ വയ്യ. ഐ കാണ്ട് ഗോ ദർ, ഐ കാണ്ട് ഗോ ദർ. എനിക്കവിടെ പോകാൻ വയ്യ. എനിക്കിത് കഴിക്കാൻ വയ്യ. അല്ലേ, എന്തോ ഒരു ഭക്ഷണമാണ്, ചിലപ്പോൾ പനിയൊക്കെ കാരണം നമുക്ക് അത് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്കിത് കഴിക്കാൻ വയ്യ. ഐ കാണ്ട് ഈറ്റ് ദിസ്, ഐ കാണ്ട് ഈറ്റ് ദിസ്. എന്തോ ഒരു നിസ്സഹായ അവസ്ഥ. ആ സമയത്ത് നമ്മൾ പറയാണ് എനിക്ക് നിന്നെ കാണാൻ വയ്യ. അല്ലേ, ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് നിന്നെ കാണാൻ വയ്യ. ഐ കാണ്ട് സീ യു, ഐ കാണ്ട് സീ യു. എനിക്ക് നിന്നെ കാണാൻ വയ്യ. എനിക്കത് എടുക്കാൻ വയ്യ. അല്ലേ, എന്തോ ഭാരം കൊണ്ടായിരിക്കാം, എനിക്കത് എടുക്കാൻ വയ്യ. ഐ കാണ്ട് ടേക്ക് ഇറ്റ്, ഐ കാണ്ട് ടേക്ക് ഇറ്റ്. എനിക്കത് എടുക്കാൻ വയ്യ. എന്നാലും എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വയ്യ. അതായത് നമുക്ക് കഴിയാത്തൊരു കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെ പറയാം? ഐ കാണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്, ഐ കാണ്ട് സ്റ്റഡി ഇംഗ്ലീഷ്. വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനിക്ക് കൂടുതൽ സമയം നിൽക്കാൻ വയ്യ, എനിക്ക് കൂടുതൽ സമയം നിൽക്കാൻ വയ്യ. എങ്ങനെ പറയാം? ഐ കാണ്ട് സ്റ്റാൻഡ് ഫോർ മച്ച് ലോങ്ങർ, ഐ കാണ്ട് സ്റ്റാൻഡ് എനിക്ക് നിൽക്കാൻ വയ്യ. ഫോർ മച്ച് ലോങ്ങർ, കൂടുതൽ സമയം എന്നുള്ളതിനാണ്. മച്ച് ലോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം. അപ്പോൾ ഐ കാണ്ട് സ്റ്റാൻഡ് ഫോർ മച്ച് ലോങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സമയം നിൽക്കാൻ വയ്യ. ഇതുപോലെ നമുക്ക് എന്ത് പറയാം? എനിക്ക് കൂടുതൽ സമയം ഇരിക്കാൻ വയ്യ എന്നും പറയാനായിട്ട് പറ്റും. ഐ കാണ്ട് സിറ്റ് ഫോർ മച്ച് ലോങ്ങർ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പൊ എന്താണ് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പറയാം. എനിക്ക് കൂടുതൽ യാത്ര ചെയ്യാൻ വയ്യ എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് കൂടുതൽ സമയം യാത്ര ചെയ്യാൻ വയ്യ. അതെങ്ങനെ പറയാ? ഐ കാണ്ട് ട്രാവൽ. അല്ലെ, യാത്രയാണ്. ഐ കാണ്ട് ട്രാവൽ ഫോർ മച്ച് ലോങ്ങർ, ഐ കാണ്ട് ട്രാവൽ ഫോർ മച്ച് ലോങ്ങർ. എനിക്ക് കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ യാത്ര ചെയ്യാൻ വയ്യ. അപ്പൊ ഏതൊരു കാര്യം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പറയാം. ഇനി എനിക്ക് കൂടുതൽ ജോലി ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യാൻ വയ്യ എന്ന് പറയുകയാണെങ്കിൽ ഐ കാണ്ട് വോക്ക് ഫോർ മച്ച് ലോങ്ങർ, ഐ കാണ്ട് വോക്ക് ഫോർ മച്ച് ലോങ്ങർ. അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പറയാനായിട്ട് പറ്റൂട്ടോ. കൂടുതൽ സമയം മൊബൈലിൽ നോക്കാൻ വയ്യ. അല്ലേ, ഇപ്പൊ ടി വി കാണാൻ വയ്യ, മൊബൈലിൽ നോക്കാൻ വയ്യ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. അപ്പം എനിക്ക് കൂടുതൽ സമയം മൊബൈലിൽ നോക്കാൻ വയ്യ. ഇതൊക്കെ എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതുമാണ്. ഐ കാണ്ട് ലുക്ക് അറ്റ്. അല്ലേ, ലുക്ക് അറ്റ്, നോക്കാൻ വയ്യ എന്നുള്ളതാണ്. അപ്പം ഐ കാണ്ട് ലുക്ക് അറ്റ് മൈ ഫോൺ ഫോർ മച്ച് ലോങ്ങർ, ഐ കാണ്ട് ലുക്ക് അറ്റ് മൈ ഫോൺ ഫോർ മച്ച് ലോങ്ങർ. എനിക്ക് കൂടുതൽ സമയം മൊബൈലിൽ നോക്കാൻ വയ്യ. അപ്പൊ കൂടുതൽ സമയം എന്നുള്ളതിന് ഫോർ മച്ച് ലോങ്ങർ. അതുപോലെ എനിക്ക് വയ്യ എന്നുള്ളതിന് ഐ കാണ്ട്. പിന്നെ എന്താണോ നമ്മൾ പറയുന്നത് അതാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ലുക്ക് അറ്റ് എന്ന് നമ്മൾ ഈ ലുക്ക് മാത്രം യൂസ് ചെയ്യാൻ പാടില്ല. നോക്കുക എന്നുള്ളതിന് ലുക്ക് അറ്റ് ആണ്. അന്വേഷിക്കുക എന്നുള്ളതിന് ലുക്ക് ഫോർ ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. ഓക്കെ, എനിക്കവളെ വിളിക്കാൻ വയ്യ, എനിക്കവളെ വിളിക്കാൻ വയ്യ അല്ലെങ്കിൽ പറ്റുന്നില്ല. അല്ലെ, മൊബൈൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കാം. ഐ കാണ്ട് കോൾ ഹർ, ഐ കാണ്ട് കോൾ ഹർ. നമുക്ക് എനിക്ക് അവളെ വിളിക്കാൻ കഴിയില്ല എന്ന് പാസ്റ്റിൽ പറയുകയാണെങ്കിൽ ഐ കുഡിന്റ് കോൾ ഹർ എന്ന് പറയാം. ഐ കുഡിന്റ് കോൾ ഹർ, ഐ കുഡിന്റ് ഗോ ദർ. എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല. ഐ കുഡിന്റ് സീ ഹർ, എനിക്ക് അവളെ കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ഐ കുഡിന്റ് ഈറ്റ് ഫുഡ്, എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിന്റ് റീച്ച് ഹോം, എനിക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞില്ല. ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും കുഡിന്റ് യൂസ് ചെയ്തും പറയാനായിട്ട് പറ്റും. എനിക്ക് ഓണസദ്യ കഴിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ? എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാം, കഴിഞ്ഞ കാര്യമാണ്. ഐ കുഡിന്റ്
ate ഓണസദ്യ. ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, എനിക്ക് ഇന്നലെ ഓണസദ്യ കഴിക്കാൻ കഴിഞ്ഞില്ല അല്ലെ, എന്തോ ഒരു കാരണവശാൽ എനിക്ക് ഇന്നലെ ഓണസദ്യ കഴിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയാ? ഐ കുഡിൻറ്റ്. ഇന്നലത്തെ കാര്യമാണ്. ഐ കുഡിൻറ്റ് ഈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. ഒന്നുകൂടി പൊളൈറ്റ് ആയി പറയാൻ വേണ്ടിയിട്ട് ഐ കുഡിൻറ്റ് ഹാവ് ഓണസദ്യ യെസ്റ്റർഡേ. ഐ കുഡിൻറ്റ് ഹാവ് ഓണസദ്യ യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഓണസദ്യ കഴിക്കാൻ കഴിഞ്ഞില്ല. ഇനി എനിക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഓണസദ്യ കഴിക്കാൻ പറ്റില്ല. ഐ കാൺട്ട്. പറ്റില്ല എന്നാണ്. ഐ കാൺട്ട് ഹാവ് ഓണസദ്യ. ഐ കാൺട്ട് ഈറ്റ് ഓണസദ്യ പറയാം, പക്ഷെ നമ്മൾ കഴിക്കുക എന്നുള്ളതിന് ഹാവും കൂടി പറയാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എനിക്ക് ഇന്നലെ അവളോട് ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് ഇന്നലെ അവളോട് ശരിക്കും, അതായത് നല്ല രീതിക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റിയില്ല. ഐ കുഡിൻറ്റ് ടോക്ക് ടു ഹർ പ്രോപ്പർലി. ഐ കുഡിൻറ്റ് ടോക്ക് ടു ഹർ പ്രോപ്പർലി. എനിക്ക് ഇന്നലെ അവളോട് ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല. ഓക്കെ, എനിക്ക് ഇന്നലെ ശരിക്കും പഠിക്കാൻ പറ്റിയില്ല എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ ശരിക്കും ഒന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല അല്ലെ, ജോലി തിരക്കൊക്കെ കാരണം നമുക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ കുഡിൻറ്റ് കഴിഞ്ഞ കാര്യമാണെങ്കിൽ കേട്ടോ. ഐ കുഡിൻറ്റ് സ്റ്റഡി. ഐ കുഡിൻറ്റ് സ്റ്റഡി പ്രോപ്പർലി. ഐ കുഡിൻറ്റ് സ്റ്റഡി പ്രോപ്പർലി. അപ്പൊ ഇതുപോലെ നമുക്ക് കുഡിൻറ്റും കാൻറ്റും യൂസ് ചെയ്തിട്ട് കഴിയില്ല, പറ്റിയില്ല, കഴിഞ്ഞില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുഡിൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ നമുക്കത് പറ്റില്ല, ഇപ്പൊ നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റില്ല അല്ലേ, എനിക്ക് അതിനുള്ള ഇപ്പം ശാരീരികമായിട്ട് ഒരാൾ സഹായിക്കാനാണെങ്കിൽ നമുക്കൊരു ആരോഗ്യം വേണം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല, എനിക്ക് അവളെ സഹായിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ കാര്യമാണെങ്കിൽ ഐ കുഡിൻറ്റ് ഹെൽപ്പ് യു. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല. ഇനി എനിക്ക് അവളെ സഹായിക്കാൻ പറ്റിയില്ല. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഹർ അല്ലെ. ഐ കാൺ ഹെൽപ്പ് ഹിം. എനിക്ക് അവനെ സഹായിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ സെന്റൻസുകളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. എനിക്ക് നാളെ ഓണപരിപാടിക്ക് പോവാൻ കഴിയില്ല. എങ്ങനെ പറയാം ഒന്ന് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കേട്ടോ. പിന്നെ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കായി ഒരുപാട് സിമ്പിൾ വീഡിയോസുകൾ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ തുടക്കക്കാരായി വരുന്നവരാണെങ്കിൽ അതൊക്കെ കാണുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിച്ച് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ശരി, ഓക്കെ, താങ്ക്